ഇടത് കോട്ടകൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ കൊല്ലം ഇടത് കോട്ടയാണ്. അതേപോലെ ആലപ്പുഴ കഴിഞ്ഞ വട്ടം ഒരൊറ്റ സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണത്തെ സ്ഥിതി അങ്ങനെയല്ല. ഇനി CPM-ന്റെ ഉറച്ച കോട്ട എന്ന് പറയുന്ന കണ്ണൂരും കോഴിക്കോടും. ഇപ്പൊ നിയമസഭയിലും ഈ കോഴിക്കോടുകാരെ പല ചിന്തകളുള്ള മനുഷ്യരാണ്. ലോക്സഭയിൽ അവരെപ്പോഴും UDF-നൊപ്പം നിൽക്കുകയും കോൺഗ്രസിനൊപ്പം നിൽക്കുകയും നിയമസഭയിൽ വരുമ്പോൾ കംപ്ലീറ്റ് പ്ലേറ്റ് മാറ്റുകയും ചെയ്യുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 2.5 പതിറ്റാണ്ടിന് ശേഷം ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതല്ല സ്ഥിതി. ഈ UDF-ന്റെ സമഗ്രാധിപത്യം, ഈ കോൺഗ്രസിന്റെ കടന്നുകയറ്റമാണ് കോഴിക്കോടും കാണുന്നത്. അപ്പം നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും കോഴിക്കോടും കണ്ണൂരും ഒരു സ്പെഷ്യൽ കേസായിട്ട് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? തീർച്ചയായും. യെസ്, നമുക്ക് എക്സാർവാളിന്റെ സഹായത്തോടു കൂടി കോഴിക്കോടും കണ്ണൂരും 2021-ലും ഇപ്പോഴും എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി നോക്കാം. കണ്ണൂർ തന്നെ ആദ്യം എടുക്കാം അല്ലേ? പയ്യന്നൂരിൽ നിന്ന് തുടങ്ങാം. TI മധുസൂദനൻ എന്ന ആൾ കഴിഞ്ഞ വർഷത്തെ MLA, 2021-ലെ MLA ആയിരുന്ന TI മധുസൂദനൻ 49,780 വോട്ടിന് വിജയിച്ച പയ്യന്നൂരിൽ ഇത്തവണ മധുസൂദനൻ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി. പക്ഷേ ജയിച്ചത് അദ്ദേഹത്തിന് എതിരെ, അതായത് പാർട്ടിയിൽ നിന്നും പുറത്തിറങ്ങി പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ച് പദവിയിലിരിക്കെ തന്നെ പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ച് അവിടെ നിന്നും പുറത്തിറങ്ങിയ V കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹം 7,487 വോട്ടിനാണ് വിജയിച്ചത്. തീർച്ചയായും. പിന്നെ കല്യാശ്ശേരിയിലേക്ക് വരുന്നു. കല്യാശ്ശേരിയിൽ ഇത്തവണയും വിജയം കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തവണ അത് 44,393 വോട്ടുകളായിരുന്നെങ്കിൽ ഇത്തവണ അത് 18,433. അതിലൊരു നിറം കെട്ട വിജയം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയേണ്ടി വരും എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ പയ്യന്നൂർ പോലെയുള്ള ഒരു കോട്ടയിൽ V കുഞ്ഞികൃഷ്ണൻ ജയിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ഒരു വലിയ വികാരമുണ്ട്. പിന്നെ തീർച്ചയായും അത് തന്നെയാണ് ഇവിടെയൊക്കെ പ്രതിഫലിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ കല്യാശ്ശേരി പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അടുത്ത തളിപ്പറമ്പാണ്. തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ 22,689 വോട്ടിന് 2021-ൽ വിജയിച്ചുവെങ്കിൽ ഇത്തവണ അദ്ദേഹത്തിന്റെ ഭാര്യ ശ്യാമളയായിരുന്നു നിന്നത്. ശ്യാമളയല്ല പക്ഷേ ജയിച്ചത്. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വിയോജിച്ച് 62 വർഷത്തെ പാർട്ടി ജീവിതം അവസാനിപ്പിച്ച് പാർട്ടിക്കെതിരെ സംസാരിച്ച് 1 മണിക്കൂറിലധികം നീണ്ട വാർത്താ സമ്മേളനം നടത്തി പുറത്തിറങ്ങി TK ഗോവിന്ദൻ UDF പിന്തുണയോടുകൂടി തളിപ്പറമ്പിൽ മത്സരിച്ചു. വിജയിച്ചത് 12,056 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. തീർച്ചയായും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. MV ഗോവിന്ദൻ ആരാണ്? പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറിയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ, അതായത് മലപ്പുറം പോലെയുള്ള ഒരു സ്ഥലങ്ങളിൽ, ആന്തൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ പോലും TK ഗോവിന്ദൻ വലിയ ആധിപത്യം കാണിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു ഇത്തവണ എന്നുള്ളതാണ്. അതായത് ഇവിടേക്ക് രണ്ടും ഇതിപ്പം MV ഗോവിന്ദനോളം തന്നെ തലപ്പൊക്കവും അത്രയും തന്നെ പാർട്ടിയുടെ പരിചയ മികവും ഒക്കെ TK ഗോവിന്ദനും ഉണ്ട്. അങ്ങനെ വരുമ്പം അവിടെ പാർട്ടി രണ്ടായി അല്ലേ? തളിപ്പറമ്പിൽ പാർട്ടി രണ്ടായി അവർ TK ഗോവിന്ദനൊപ്പം നിന്നു എന്ന് വേണം കരുതാൻ. അതായത് തളിപ്പറമ്പൊക്കെ ഒരു തവണ മാത്രമാണ് അതിന്റെ ചരിത്രത്തിൽ UDF-നൊപ്പം നിന്നിട്ടുള്ളത്. ഇത് 2ാം തവണയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നത് എന്നുള്ളത്. അത് TK ഗോവിന്ദൻ അസാധാരണ സാഹചര്യമാണല്ലോ ഇത്തവണ അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരു വിമതൻ അത് UDF-ന്റെ പിന്തുണയോടുകൂടി അവിടെ ജയിച്ചു കയറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ആ മണ്ഡലത്തിൽ MV ഗോവിന്ദനെ പോലെ ഉള്ള ഒരാൾ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ, തീർച്ചയായും ആ മണ്ഡലത്തിൽ ഒരു വിമതന് വിജയം സമ്മാനിക്കുന്ന തരത്തിലേക്ക് തൻ്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ അവർ കൂടി ബാധ്യസ്ഥനാവുന്ന ഒരു തരത്തിലേക്കാണ് നിലവിൽ അവിടുത്തെ ജനവിധി കാണുമ്പോൾ നമ്മൾ ആ തരത്തിൽ കൂടി അതിനെ പരിശോധിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഇവിടെ ഈ പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും അതേപോലെ തളിപ്പറമ്പിൽ TK ഗോവിന്ദന്റെയൊക്കെ സ്ഥാനാർത്ഥിത്വം പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ VD സതീശന്റെ വിസ്മയങ്ങളായിരുന്നല്ലോ. ഇതെല്ലാം വിസ്മയങ്ങളായിരുന്നു. ഈ വിസ്മയങ്ങൾ വന്നു. ഇവരെയൊക്കെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപിക്കുമ്പം പാർട്ടിക്കുള്ളിൽ, അതായത് കോൺഗ്രസിനുള്ളിൽ വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അതായത് പാർട്ടിക്കാരായ ഞങ്ങൾ രാപ്പകൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇന്നലെ മറ്റേ പാർട്ടിയിൽ നിന്നും വന്ന് ചേരുന്നവർക്ക് എന്തിന് പിന്തുണ കൊടുക്കണം, എന്തിന് അവരെ സ്ഥാനാർത്ഥികളാക്കണമെന്ന് പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും കോൺഗ്രസുകാർ ചോദിച്ചിരുന്നു. പക്ഷേ ആ വിരുദ്ധ വികാരമല്ല, ഇത് പാർട്ടി വോട്ട് തന്നെ TK ഗോവിന്ദനിലേക്കും V കുഞ്ഞികൃഷ്ണനിലേക്കും പോയി. കോൺഗ്രസുകാർക്കാണ് ഉണ്ടായിരുന്നത്. CPM-കാർക്ക് മറ്റ് സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം ഇത് തിരുത്തേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് അവിടെ എന്നുള്ളത് അവർ തീരുമാനിക്കുകയായിരുന്നു. അതൊരു രാഷ്ട്രീയ തീരുമാനം തന്നെയായിരുന്നു എന്ന് തന്നെയാണ് പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും ഈ 2 വിജയങ്ങൾ കാണുമ്പോൾ നമ്മൾക്കത് മനസ്സിലാകേണ്ടത്. അത് തീർച്ചയായും CPM അണികൾക്കിടയിൽ തന്നെ രാഷ്ട്രീയമായി അവർ കൈക്കൊണ്ടിരിക്കുന്ന ഒരു വിജയം, ഒരു തീരുമാനമായിരുന്നു അത് എന്ന് വേണ്ടേ അല്ലേ സേതു? നിശ്ചയമായി. പിന്നെ ഇരിക്കൂറിനെ പ്രത്യേകിച്ച് പറയാനില്ല. സജീവ് മാസ്റ്റർ തന്നെയാണ് 2021-ൽ ജയിച്ചത്. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ഭൂരിപക്ഷം ഇരട്ടിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് കാണാതെ പോകരുത്. കഴിഞ്ഞ വർഷം 2021-ൽ അദ്ദേഹം 10,010 വിജയിച്ചെങ്കിൽ 2026-ൽ ഇന്നത്തെ അദ്ദേഹത്തിന്റെ വിജയം അല്പം കൂടി തിളക്കമുള്ള
ഉള്ളതാണ്. 38,295 എന്ന ഗംഭീര ഭൂരിപക്ഷത്തിലാണ് സജീവ് ജോസഫ് അവിടെ ജയിച്ചു കയറിയത്. അഴീക്കോടായിരുന്നു അടുത്തൊരു മണ്ഡലം കെ വി സുമേഷ് തന്നെയാണ്. കഴിഞ്ഞ തവണയും അവിടെ ഒരു വലിയ പോരാട്ടത്തിനായിരുന്നു സാക്ഷ്യം വഹിച്ചിരുന്നത്. 6,141 വോട്ടിൽ അദ്ദേഹം വിജയിച്ചു കയറി. ഇത്തവണ ഈ തരംഗത്തിനിടയിൽ മാറിയിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ റൗണ്ടുകൾ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു 1000-1000 ഞാൻ അതാണ് പറയുന്നത്, ഈ തരംഗത്തിനിടയിൽ അഴീക്കോട് പോലെയുള്ള ഒരു സ്ഥലം അദ്ദേഹം വീണ്ടും നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളത് കെ വി സുമേഷിനെ സംബന്ധിച്ച് വളരെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ്. നിശ്ചയമായി. ഇനി അടുത്ത ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ അടുത്തത് കണ്ണൂർ തന്നെ എടുത്താൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ വെട്ടി അവിടെ ടി.ഒ. മോഹനാണ് വിജയിച്ചത്. 18,530 വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. കടന്നപ്പള്ളി രാമചന്ദ്രൻ നിലവിലെ മന്ത്രിയായിരുന്നു. ശ്യാമലേശ്വർ, അതായത് സുധാകരന്റെ കോട്ട അല്ലെ, സുധാകരന്റെ കോട്ടയിൽ ടി.ഒ. മോഹനൻ ജയിച്ചു. അവിടെ സുധാകരൻ വരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. പിന്നീട് അദ്ദേഹത്തെ മെരുക്കാൻ വേണ്ട പണികൾ ഒക്കെയും ചെയ്തു. സാക്ഷാൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും പോലും ഇടപെടേണ്ട അവസ്ഥയിലേക്ക് വന്നു. പാർട്ടിക്കുള്ളിൽ സ്ഥാനാർത്ഥി നിർണയം പോലും നടക്കുന്നില്ല. ഇത് എന്തൊരു പ്രതിപക്ഷമാണെന്ന് ചോദിച്ചു. ഒടുവിൽ അവിടെ ടി.ഒ. മോഹനൻ നേടിയത് 18,530 വോട്ടിന്റെ തിളക്കമാർന്ന വിജയമാണ്. നോക്കണം, കടന്നപ്പള്ളി രാമചന്ദ്രൻ 2021 ജയിച്ചത് പോലും 1745 എന്ന വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ്. അവിടെയാണ് ഭൂരിപക്ഷത്തെ ഇരട്ടിക്കിരട്ടിയാക്കി ടി.ഒ. മോഹനൻ 18,530 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിയത്. മറ്റൊന്ന് ധർമ്മടം. ക്യാപ്റ്റൻ പിണറായി വിജയൻ മത്സരിച്ച മണ്ഡലം. 50,123 വോട്ടുകളായിരുന്നു കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്നുള്ളത്. 50,123. പക്ഷെ ഇത്തവണ ഈ ഘട്ടത്തിൽ നോക്കേണ്ടത് 11,800 വോട്ടുകളിലേക്കാണ്. അത് എനിക്ക് തോന്നുന്നു അത് 19,000 അത് ഉയർന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും അത്രേ ഉണ്ടായുള്ളൂ എന്നാണ്. അതിൽ തന്നെ നമ്മൾ നിമിഷങ്ങളിലൊക്കെ പറഞ്ഞു വന്നിരുന്നത് 6 റൗണ്ടോളം അദ്ദേഹം പിന്നിൽ നിന്നുകൊണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ തോൽവിയോളം ആഘാതമുള്ള ഒരു വിജയമാണ്. മാത്രമല്ല ഈ 2020 ശ്യാമലേശ്വര ഒരു വീണ്ടും അദ്ദേഹം, അതായത് മുഖ്യമന്ത്രി തന്നെ വീണ്ടും ജനവിധി തേടുന്ന മുഖ്യമന്ത്രിയായിരുന്നു. 2ാം വട്ടവും ക്യാപ്റ്റനായി തന്നെ വന്നതായിരുന്നു. അങ്ങനെ വന്ന സമയത്താണ് കാരണം നമ്മൾ പറയും ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ 5 വർഷം കഴിഞ്ഞാൽ ഉണ്ടാകും. അങ്ങനെയല്ല, ആ 5 വർഷം കഴിഞ്ഞിട്ട് മുൻപ് കൊടുത്തതിലും ഭൂരിപക്ഷം കൊടുത്ത് വിജയിപ്പിച്ച് വിട്ടതാണ് ധർമ്മടത്തുള്ളവർ. അവിടെയാണ് അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന സ്ഥലത്ത് പോലും അദ്ദേഹം പിന്നിൽ പോയി എന്നുള്ള വാർത്തകളും ഒരിടയിൽ നമ്മൾ കണ്ടപ്പോൾ എന്ത് മാത്രം വിരുദ്ധ വികാരമാണ് അവിടെ അലയടിച്ചത് എന്ന് ആലോചിച്ചു നോക്കാം. അല്ല, ഇത് സത്യം പറഞ്ഞ പാർട്ടിക്ക് ഒരു പാഠമാണ്. കാരണം ഇങ്ങനെ പ്രവർത്തിച്ചാൽ പോരാ, ഈ പാർട്ടിയെ ഇങ്ങനെയല്ല ഞങ്ങൾ കാണുന്നത് എന്ന് അവിടത്തുകാർ പറയുകയാണ് ഈ വിധിയിലൂടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതല്ലെങ്കിൽ ഇങ്ങനെ ഈ പാർട്ടി കോട്ടകളിലൊക്കെ ഇങ്ങനെ നിലംപരിച്ചായി വീഴുന്നത് ഇതിനു മുൻപ് കണ്ടിട്ടില്ല ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതൊരു രാഷ്ട്രീയ തീരുമാനം തന്നെ ആയിരിക്കണം. തീർച്ചയായും അങ്ങനെ ചിന്തിക്കണമെങ്കിൽ, അങ്ങനെ വരണമെങ്കിൽ സ്വാഭാവികമായും ആ തരത്തിലുള്ള ഒരു തരംഗവും ആലോചനയും അണികൾക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന് നമ്മൾ നേരെ വരുന്നു തലശ്ശേരിയിലേക്ക്. തലശ്ശേരിയിൽ കഴിഞ്ഞ തവണ AN ഷംസീർ, അദ്ദേഹം സ്പീക്കർ കൂടിയായിരുന്നു. അദ്ദേഹം 36,801 വോട്ടുകളാണ് നേടിയിരുന്നത്. കാരായി രാജൻ ഇത്തവണ അവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അദ്ദേഹം 20,523. കുഴപ്പമില്ല, എങ്കിലും കുഴപ്പമില്ല, അങ്ങ് ജയിച്ചു പോയി. പിന്നെ കാരായി രാജന്റെ വിജയം അത്രത്തോളം പ്രഡിക്റ്റബിളും ആയിരുന്നില്ല. തീർച്ചയായും സ്ഥാനാർത്ഥിത്വത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും അതിനിടയിൽ പോലും അദ്ദേഹമാണ് എന്നുള്ളത്, ഇത്രയും ഭൂരിപക്ഷത്തോടു കൂടി എന്നുള്ളതാണ്. കൂത്തുപറമ്പിൽ KP മോഹനൻ ഇത്തവണ PK പ്രവീൺ തന്നെ വിജയിച്ചു. പക്ഷെ അപ്പോഴും നോക്കൂ, ഭൂരിപക്ഷം 930. ഈ 930 എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ ഈ വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്ന ഘട്ടമായതുകൊണ്ട് നമ്മൾ ഈ ചാർട്ട് ചെയ്യുന്നതിൽ നിന്നും കുറച്ചും കൂടെയൊക്കെ ഒന്ന് അല്ലെങ്കിൽ ഈ കണക്ക് ഒന്ന് മാറാൻ സാധ്യതയുണ്ട്. നിലവിൽ PK പ്രവീൺ തന്നെയാണ് കൂത്തുപറമ്പ് നിലനിർത്തിയിരിക്കുന്നത്. ഇടതുപക്ഷത്തിനൊപ്പം തന്നെയാണ് കൂത്തുപറമ്പ്. മട്ടന്നൂർ കഴിഞ്ഞ തവണ റെക്കോർഡ് ഭൂരിപക്ഷം നൽകിയതായിരുന്നു KK ശൈലജ ടീച്ചർക്ക് അവിടെ നിന്നും 60,963. പക്ഷേ അവിടെ ഒരു ഘട്ടത്തിൽ LDF പിന്നിൽ പോകുന്ന ഒരു നിലയുണ്ടായി. ഇത്തവണ കൗണ്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ VK സനോജ് അദ്ദേഹം UIFയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. എന്നിട്ട് പോലും ആ നിലയ്ക്കുള്ള ഒരു ജനസമിതി അവിടെ ഉണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഘട്ടത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആ 60,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉള്ളിടത്ത് നിന്ന് ഇപ്പോൾ വെറും 14,414 വോട്ടിന്റെ വിജയം കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് VK സനോജ്
മനോജും LDF ഉം അത് എത്തിയിരിക്കുന്നു. മട്ടന്നൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ എന്നുള്ളതാണ് അതിലൊരു നമുക്കൊരു അത്ഭുതം തോന്നുന്നത്. അതുകൊണ്ട് Correct. കാരണം നമ്മള് ഇപ്പം മട്ടന്നൂര്, കൂത്തുപറമ്പ്, തലശ്ശേരി, ധർമ്മടം, കണ്ണൂരൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അവിടെ മാറില്ല, അവിടെയൊക്കെ ഇത് തന്നെ ഈ രീതി തന്നെ പോകുമായിരിക്കും. നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ജനവിധിക്ക് മുൻപുള്ള ഡേറ്റ അനാലിസിസിലൊക്കെ പറഞ്ഞു പോയത് അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല, എല്ലായിടവും വേണമെങ്കിൽ മാറാം, എല്ലാം തരംഗമുണ്ടായാൽ പിന്നെ അതെ ഒരു എല്ലാം സങ്കല്പം മാത്രം എന്ന് നിശ്ചയമായി. ഇനി പേരാവൂര് പോയാൽ അവിടെ സണ്ണി ജോസഫ് 3172 വോട്ടിനാണ് 2021 ജയിച്ചത്. ഇത്തവണ അദ്ദേഹത്തിന്റെ വിജയം പക്ഷേ 10,650 വോട്ടിനാണ്. ഇന്നലെ പോലും നമ്മളോട് അദ്ദേഹം വളരെ ചെറിയ പ്രതീക്ഷയുള്ളൂ, ടീച്ചർ ആയിരുന്നില്ലേ ഓപ്പോസിറ്റ്. അത് കറക്റ്റ് ആയിരുന്നു, കാരണം മണ്ഡലം വിട്ടുപോകാൻ പോലും സണ്ണി ജോസഫിന് കഴിഞ്ഞിരുന്നു. അത്രയും ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ തരംഗത്തിന്മേൽ ടീച്ചർ കടപുഴകി. മാത്രമല്ല സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഇരട്ടിയാക്കി, 10,650 അധികമാക്കി. അതെ, 3,172 നിന്ന് 10,000 കടന്ന ഭൂരിപക്ഷത്തിലേക്ക് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് കണ്ണൂരിൽ നിന്നുള്ള കാഴ്ച. അതായത് ഈ കണ്ണൂർ ഇപ്പം മുഴുവനും പറയുമ്പോഴത്തേനും കോട്ട ഏറെക്കുറെ ഇളകിയിരിക്കുന്നു. വലിയ പാഠവും അങ്ങനെ ഒരു നിഗമനത്തിൽ തന്നെ നമ്മൾ എത്തേണ്ടി വരും. കാരണം കണ്ണൂരാണല്ലോ ഇതിൽ നമ്മൾ ആദ്യം രണ്ട് വിമതരെ തന്നെ കണ്ട ഒരു ജില്ലയാണ്. അതും അത്രയധികം സംസ്ഥാനം മൊത്തം ഇളക്കുന്ന തരത്തിലുള്ള വിവാദങ്ങളാണ് അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നത്. അതിനൊടുവിൽ ആ വിമതർ തന്നെ ജയിച്ചു കയറി വലിയ വിസ്മയം എന്നുള്ളത് CPM-നെ സംബന്ധിച്ചും ഇതൊരു വിസ്മയം തന്നെയാണ്. കാരണം ഇത് ആലോചിക്കുമ്പോൾ തന്നെ അവർക്ക് ദുസ്വപ്നത്തിൽ ഇത് ഇവരെ സംബന്ധിച്ച് അത് പ്രത്യേകിച്ച് ഒരു തിരിച്ചറിയും കൂടിയല്ലേ ശാമിലേശ്വരൻ. ഇപ്പം കോട്ടകൾ പോകുന്നത് പോട്ടെ, പക്ഷേ ഈ വിമതർ ജയിച്ചു കയറിയത് പാർട്ടി വലിയൊരു അടിയായി. ഇപ്പം TK ഗോവിന്ദനാണെങ്കിലും അതേപോലെ കുഞ്ഞികൃഷ്ണൻ ആണെങ്കിലും പയ്യന്നൂർ വേണമെങ്കിൽ അവർക്ക് വേറൊരു സ്ഥാനാർത്ഥി നിർത്താം. പക്ഷെ അങ്ങനെയല്ല, പയ്യന്നൂർ മധുസൂദനൻ തന്നെ നിൽക്കട്ടെ എന്നുള്ള കടുംപിടുത്തത്തിൽ നിർത്തിയതാണ്. പക്ഷെ എന്തായി? അതേപോലെയാണ് അമ്പലപ്പുഴയിൽ സുധാകരന്റെ കാര്യം നോക്കുമ്പോഴും ഈ മൂന്നിടത്തെയും ഈ മൂന്നും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉയർത്തിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത് ഇനിയും വീണ്ടും ഉയർന്നുകൊണ്ടേയിരിക്കും. അതിന് കൃത്യമായ മറുപടികളും ഇവർ നൽകേണ്ട ഒരു ഘട്ടം കൂടിയാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വന്നാലും കോഴിക്കോട് ആക്ച്വലി ഒരു ചരിത്രമാണ് എന്ന് തന്നെ പറയാം. കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ എല്ലാ കാലത്തും എപ്പോഴും ഇടത് മുന്നണിക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന കോഴിക്കോട് ഇത്തവണ മാറി ചിന്തിച്ചിരിക്കുന്നു. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വടകരയിൽ KK രമ തന്നെയാണ് 2021 7,491 വോട്ടിനാണ് KK രമ ജയിച്ചത്. പക്ഷേ ഇത്തവണ KK രമയുടെ വിജയം 7,491 വോട്ടിനല്ല, പകരം 14,862 വോട്ടിനാണ്. മാത്രമല്ല ഇന്ന് TP-യുടെ ചരമദിനമാണ്. കാലത്തിന്റെ കാവ്യനീതി എന്നായിരുന്നു വിജയശേഷം KK രമ ഫേസ്ബുക്കിൽ കുറിച്ചത്. തീർച്ചയായും അതിനുശേഷം പിന്നെ കുറ്റ്യാടിയിലേക്ക് വരുമ്പോൾ KP കുഞ്ഞഹമ്മദ് കുട്ടിയായിരുന്നു കഴിഞ്ഞ തവണ. അദ്ദേഹം 333 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായിരുന്നു, നേരിയ വിജയം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ പാറക്കൽ 10,922 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് കുതിച്ചുയർത്തിരിക്കുന്നു. 333 നിന്ന് 10,000 കടത്തിയിരിക്കുന്നു പാറക്കൽ അബ്ദുള്ള. താഴെ നാദാപുരത്തൊക്കെ വന്നാൽ നാദാപുരത്ത് EK വിജയൻ, അതായത് നാദാപുരം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പറയും കോഴിക്കോടിന്റെ പൊന്നാപുരം കോട്ടയാണ് നാദാപുരം, ഇളകില്ല എന്ന് പറയുന്ന അവിടെ KM അഭിജിത്തിനെ പോലൊരു യുവ നേതാവ് വന്നതിന് ശേഷം 20,685 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നാദാപുരം അങ്ങ് എടുത്തോണ്ട് പോയ കാഴ്ചയാണ് കോഴിക്കോട് കണ്ടത്. അതുപോലെ തന്നെയാണ് കൊയിലാണ്ടിയിൽ. അത് ഇത്തവണ പ്രവീൺകുമാറിന്റെ ഒരു ആത്മവിശ്വാസം എന്നുള്ളത് സത്യത്തിൽ മാതൃകയാക്കേണ്ട. കോഴിക്കോട് ഈ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ഞാൻ വിശ്വസിക്കുന്നത് അത് പ്രവീൺകുമാറിന്റെ മാത്രം പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അത്ര കണ്ട മനുഷ്യൻ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു നേതാവിന്റെ ആത്മവിശ്വാസം കണ്ടിട്ടോ ഇത്രയധികം ആത്മവിശ്വാസം സത്യത്തിൽ ഒരു അണിക്കും കൂടെ വേണം എന്ന് നമുക്ക് തോന്നുന്നത് പ്രവീൺകുമാറിന്റെ ആത്മവിശ്വാസം കാണുമ്പോഴാണ്. അത്രയധികം തൂത്തുവാരും എന്നാണ് അടക്കം തലേ ദിവസം കൂടി അദ്ദേഹം അത് ആവർത്തിക്കുകയുണ്ടായി. അത്രയധികം പ്രതീക്ഷ. ഒരു 12,070 സദസ്യം കഴിഞ്ഞാൽ ഏറ്റവും അധികം ആത്മവിശ്വാസം ഇറങ്ങി പ്രവർത്തിച്ചെന്നും പറയാൻ ശ്യാമിലേശ്വര. കാരണം അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രവീൺകുമാർ ഈ കോഴിക്കോട് ഒരു അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടി. കാരണം നമ്മൾ ആ തുടക്കത്തിലൊക്കെ ഈ KM അഭിജിത്തിനെ ഈ കോഴിക്കോടൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പിന്നീട് നാദാപുരത്തേക്കാണ് അദ്ദേഹത്തെ പിന്നീട് പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ ആ നാദാപുരത്തും ഒരു ബേസ് ഉണ്ടാക്കി, ഒരു അടിത്തറ ഉണ്ടാക്കി പ്രവർത്തിച്ചത് പ്രവീൺകുമാർ തന്നെയായിരുന്നു. അത് തന്നെയാണ് ഈ വിധിയിൽ, ഈ ഫലപ്രഖ്യാപനത്തിൽ കാണുന്നതും. കൊയിലാണ്ടിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായി കോഴിക്കോട് നിന്നും പോകേണ്ടത് പേരാമ്പ്രയിലേക്കാണ്. TP രാമകൃഷ്ണൻ എന്ന LDF കൺവീനർ, അദ്ദേഹം കഴിഞ്ഞ വട്ടം ജയിച്ചത് തന്നെ 22,592 എന്ന് പറയുന്ന വമ്പൻ ഭൂരിപക്ഷത്തിലാണ്. അതെ, അതിന് മുമ്പേ ജയിച്ചു. പക്ഷെ പേരാമ്പ്ര എന്ന് വെച്ചാൽ ഇടത് കോട്ടയാണ്. അത് ജനിച്ച കാലം തൊട്ട് പേരാമ്പ്ര ജനിച്ച കാലം തുടർച്ചയായി അത് പേരാമ്പ്ര ചുവന്നിട്ടല്ലാതെ മറ്റൊരു നിറം അവിടെ വന്നിട്ടില്ല. അവിടെയാണ് ഫാത്തിമ തഹ്ലിയെ പോലൊരു തീപ്പൊരു നേതാവ് വന്നതിന് ശേഷം യുവ നേതാവ് വന്ന് 4,865, ഇപ്പം 22,592 ഇല്ലെങ്കിലും ഫാത്തിമ തഹ്ലിയുടെ ഈ വിജയത്തിന് അതിനോളം വലിപ്പമുണ്ട്.
താരമേന രാഷ്ട്രീയത്തിൽ പുതുമുഖമായ ഒരു ഫാത്തിമ തെഹ്ലി അവിടെ വരുന്നു. അവിടെ വലിയ വേരോട്ടം ഉള്ള ഒരാളെ പോലെ തന്നെ അവിടെ പ്രവർത്തിക്കുകയും അല്ലേ, അത് ആദ്യ തുടക്കം തൊട്ട് തന്നെ അവർ ഞാൻ വിജയിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ഇമേജ് അവിടെ ഉണ്ടാക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അവർ പിന്നെ അത് മാത്രമല്ല ലീഗിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ഇവിടെ ഒരു ഷാഫി പറമ്പിൽ ഇമ്പാക്റ്റും കൂടി പറയണം ശ്യാമിലേശ്വര. കാരണം അദ്ദേഹത്തിന് വടകരയിൽ കിട്ടിയ ലീഡിന്റെ 10,000-ൽ പരം വോട്ട് വന്നത് ഈ പേരാമ്പ്രയിൽ നിന്നൊക്കെയാണ്. അപ്പം അവിടെ ഷാഫി 17,000 വോട്ടുകൾ, 17,095 വോട്ടുകൾ അവിടെ നിന്നും എന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ, അപ്പൊ കറക്റ്റ് അതായിരിക്കും. അപ്പം പേരാമ്പ്രയിലൊക്കെ ഒരു ഷാഫി പറമ്പിൽ ഒരു ഇമ്പാക്ട് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി തന്നെ പോകണം ഫാത്തിമ തെഹ്ലിയുടെ ഈ വിജയത്തെ. ഇനി ബാലുശ്ശേരി കെ.എം. സച്ചിൻ ദേവ് കഴിഞ്ഞ വട്ടം 20,372 ഓടിഞ്ഞ് വിജയിച്ചതാണ്. പക്ഷേ ഇത്തവണ അത് VT സൂരജ് വന്നു 16,900. ഇതൊക്കെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പ്ലേസിംഗ് ആയിരുന്നു. കാരണം K.M. സച്ചിൻ ദേവ് SFIയിൽ നിന്നും വന്നിട്ടുള്ള ഒരു പുതുമുഖ നേതാവ്, അല്ലെങ്കിൽ പുതുമുഖ നേതാവ് അല്ല, ഒരു യുവ നേതാവ്. ആ യുവ നേതാവിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി KSUവിൽ നിന്നും വന്ന ഏറ്റവും ചെറിയൊരു നേതാവായ VT സൂരജിനെ അവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നു. അവിടെ അദ്ദേഹം രണ്ട് യുവ നേതാക്കൾ തമ്മിലുള്ള ആ പോരാട്ടത്തിൽ സൂരജ് 16,900. ഒരുപക്ഷെ ഇതൊക്കെ ഒന്ന് മാറിയേക്കാം. 16,000 എന്ന് 950 പറയുന്നത് ഒരുപക്ഷെ കുറച്ചും കൂടെ കണക്കിൽ ഒരു മാറ്റം വന്നേക്കും. അദ്ദേഹം വിജയിച്ചു കയറി. എലത്തൂരാണ് കിടിലം മത്സരം നടന്നത്. തീർച്ചയായും AK ശശീന്ദ്രൻ അവിടെ തോറ്റിരിക്കുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ഭൂരിപക്ഷം നോക്കും, 38,502 ഓടിഞ്ഞ ഭൂരിപക്ഷമാണ്. എന്തൊക്കെ കോലാഹലം ഉണ്ടായി. എലത്തൂരിൽ AK ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ NCPയിൽ തന്നെ പ്രശ്നമായിരുന്നു. ഈ ഒരാൾ തന്നെ അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ഏകപക്ഷീയമായി ശശീന്ദ്രൻ മാത്രം അംഗീകരിച്ചിരുന്നില്ല, മറ്റാർക്കും പ്രശ്നമുണ്ടായിരുന്നില്ല. മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയായി വരണമെന്ന് ആരും ആവശ്യപ്പെട്ടിരുന്നില്ല എന്നായിരുന്നു അദ്ദേഹം നിരന്തരമായി അവകാശവാദം ഉന്നയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ആവോളം ടെൻഷനും ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ പ്രചാരണത്തിലുടനീളവും കണ്ടതാണ്. അതിനുശേഷം വോട്ടെണ്ണം പോകുന്നതിന് തൊട്ടു മുൻപും കണ്ടതാണ്. അതെന്തായാലും വിജയത്തിലും അത് കാണാനായി. തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു സതീശൻ വനവാസത്തിന് പോട്ടെ എന്ന്. അതേ ശശീന്ദ്രനെ വിദ്യാ ബാലകൃഷ്ണൻ എന്ന നേതാവ് 12,662 വനവാസത്തിന് വിട്ടിട്ടുണ്ട്. ഇനിയൊരു തിരിച്ചുവരവ് അവർ അത് പറയുകയും ചെയ്തു എന്നുള്ളതാണ് വിദ്യാ ബാലകൃഷ്ണൻ. പറഞ്ഞു ഇനി വനവാസത്തിന് പൊക്കോട്ടെ എന്ന്. കോഴിക്കോട് നോർത്ത് തോട്ടത്തിൽ രവീന്ദ്രൻ 12,928 വോട്ടിനായിരുന്നു കഴിഞ്ഞ തവണ ജയിച്ചിരുന്നു. പക്ഷേ ഇത്തവണ അത് അഡ്വക്കേറ്റ് K. ജയന്ത് 7,478 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അതെടുത്തിരിക്കുന്നു. അതെ, കോഴിക്കോട് നോർത്തിൽ നിന്ന് ഇനിയിപ്പോ നമുക്ക് കോഴിക്കോട് സൗത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു. സൗത്തിൽ അഹമ്മദ് ദേവർകോവിൽ LDF-ന് ഒരു മത്സരിച്ചു 2021 മത്സരിച്ച് വിജയിച്ചതാണ്. ഇത്തവണ അവിടെ ഫൈസൽ ബാബു എന്ന ലീഗിന്റെ നേതാവ് 10,790 ജയിച്ചത്. അതെ, കാണുന്നില്ലേ? അതെ, ഇനി മുഴുവൻ പച്ചയാണ്. അതെ, 10,775. ഇനി ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ്, അദ്ദേഹം 28,747 ഓടിച്ചാണ് കഴിഞ്ഞ വട്ടം ജയിച്ചത്. ഇത്തവണയും മുഹമ്മദ് റിയാസ് തന്നെയാണ്. അദ്ദേഹത്തിന് എതിരെ വന്നത് നമുക്കറിയാവുന്ന പോലെ കേരളം മുഴുവൻ ചർച്ച ചെയ്താണ്. PV അൻവറിന്റെ സ്ഥാനാർത്ഥവും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും താൻ തലമുട്ടയടിച്ച് നടക്കുമെന്നൊക്കെ പറഞ്ഞൊക്കെ കേട്ടതാണ്. പക്ഷെ അപ്പോഴും ശ്യാമിലേശ്വര PM മുഹമ്മദ് റിയാസ് തന്നെ ജയിച്ചു. പക്ഷെ ഭൂരിപക്ഷം നോക്കിയേ 28,747 നേരെ 7,487. അപ്പോഴും അവിടെ അദ്ദേഹം പിടിച്ചു നിന്നു. കറക്റ്റ്, അത് പിടിച്ചു നിന്നു. കാരണം ബേപ്പൂരൊക്കെ ഒരു കോട്ടയാണല്ലോ. തീർച്ചയായും കോട്ട എന്ന് പറയല്ല, കോട്ട ഇപ്പോൾ ഒരു സങ്കല്പം മാത്രമായി. കുന്നമംഗലം PTA റഹീം കഴിഞ്ഞ തവണ 10,276 വോട്ടിലാണ് അവിടെ ജയിച്ചു കയറിയിരുന്നത്. ഇത്തവണ MA റസാഖ് മുസ്ലിം ലീഗിന്റെ 13,313. ഞാൻ പറഞ്ഞില്ല, ഇനി അങ്ങോട്ട് പച്ചയാണ് ചെയ്തു. അത് മുഴുവൻ വിജയത്തിൽ മുഴുവൻ പച്ച തൊട്ടത് മുഴുവൻ ലീഗാണ് ആഞ്ഞിറങ്ങി പണിയെടുത്തിരിക്കുന്നു. അവർ വിജയം ഉറപ്പാക്കി. തൊടുവള്ളിയിലെ വിജയമൊക്കെ കിടില. കാരണം MK മുനീർ 6,344 വോട്ട്. ഇത്തവണ അദ്ദേഹത്തിന് ഈ അനാരോഗ്യമൊക്കെ കാരണം അദ്ദേഹം മത്സരത്തിൽ നിന്നും മാറി നിന്നു. പകരം വന്നത് PK ഫിറോസിനെ. PK ഫിറോസ് യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി അല്ലെ, യൂത്ത് ലീഗിന്റെ നേതാവായ PK ഫിറോസ്. അദ്ദേഹം 36,682 കൂറ്റൻ ഭൂരിപക്ഷത്തിലാണ് കൊടുവള്ളിയെ തൂക്കിയിരിക്കുന്നത്. അതേപോലെ തീർച്ചയായും ഇത് മറിച്ചൊരു ജനവിധി ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയേയിരുന്നില്ല ലിൻഡോ ജോസഫ് എന്നുള്ളത്. കാരണം അദ്ദേഹം വളരെ മികച്ച പ്രവർത്തനങ്ങൾ പൊതുസ്വീകാര്യനായ ആ മണ്ഡലത്തിൽ അങ്ങനെയായിരുന്നു അദ്ദേഹം. പക്ഷേ ഈ തരംഗത്തിൽ ആ സ്വീകാര്യത ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടുത്തെ ജനങ്ങളും ഒപ്പം നിന്നു 6,741 CK കാസിം ജയിച്ചു. ഇപ്പൊ നമ്മള് 2 മണ്ഡലങ്ങളാണ് ഒരു സ്പെഷ്യൽ 2 ജില്ല അതെ, കോഴിക്കോടും അതേപോലെ തന്നെ കണ്ണൂരും പരിശോധിച്ചു.